ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, കടബാധ്യതകളെക്കുറിച്ച് ആകുലപ്പെട്ടു നിൽക്കുന്ന മക്കൾക്കു വേണ്ടി ദൈവം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവചനമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ദൈവമായ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്. നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. നിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായി ദൈവം മാറ്റും. മറ്റുള്ളവരിൽ നിന്ന് നീ വാങ്ങുകയില്ല. ദൈവനാമത്തിൽ സമർത്ഥമായിട്ട് നീ മറ്റുള്ളവർക്ക് കടം കൊടുക്കും. ദൈവം ആകാശത്തിലെ തൻ്റെ വിശിഷ്ട ഭണ്ഡാരം തുറന്നുകൊണ്ട് സമൃദ്ധമായിട്ട് ഈ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് പോലെ നിന്റെ പ്രയത്നങ്ങളെ മുഴുവനും ദൈവം അതേപോലെ അനുഗ്രഹിക്കും. ആ പ്രയത്നങ്ങളിൽ നിന്നും നിനക്ക് ലഭിക്കുന്ന സമ്പത്ത് ഉപയോഗിച്ച് നീ അനേകം ജനതകൾക്ക് കടം കൊടുക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവായ ദൈവം പ്രവചിക്കുന്നു, ഇന്നു മുതൽ നീ ആരിൽ നിന്നും കടം വാങ്ങുകയില്ല. ഇന്നു മുതൽ നിന്റെ കടബാധ്യതകളെല്ലാം ദൈവം പൂർണ്ണമായി മാറ്റി നിന്നെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ഈ തിരുവചനം സ്വീകരിക്കാം. സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന്, സ്വർഗത്തിൻ്റെ ലോക്കർ തുറന്ന് ദൈവം വച്ചിരിക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ നിന്നും നിനക്ക് സമൃദ്ധമായിട്ട് സമ്പത്ത് ലഭിക്കുവാനും ആ സമ്പത്ത് നീ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുവാനും ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. ആരുടെയും മുന്നിൽ നീ ഇന്നു മുതൽ കൈ നീട്ടുകയില്ല. ആരുടെയും മുന്നിൽ നിന്നും നീ ഇന്നു മുതൽ ആരിൽ നിന്നും ഒന്നും കടം വാങ്ങുകയില്ല. നീ എല്ലാവർക്കും സമ്പത്ത് കൊടുക്കുന്നവനായിട്ട് ദൈവം നിന്നെ മാറ്റും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും ഇന്നു മുതൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം സ്വർഗത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് നിങ്ങളെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. സമൃദ്ധമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവനാമത്തിൽ നീ മറ്റുള്ളവർക്ക് സമ്പത്ത് വിതരണം ചെയ്യുന്നതിന് നന്ദി പറയാം.
ക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.